അതുപോലെ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ സിഗരറ്റ് വലിക്കുവാണെങ്കിൽ ഈ ഹാളിൽ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് അത് എഫക്റ്റ് ആകും. പക്ഷെ പ്രത്യേകിച്ച് എൻ്റെ അടുത്തിരിക്കുന്നവർ ചുമയ്ക്കാനും തുടങ്ങും. അത് അയൽവാസിക്ക് ആ ദ്രോഹം. പക്ഷേ രാമായണ പാരായണം കൊണ്ടുണ്ടല്ലോ, അയൽവാസി രക്ഷപ്പെടത്തേ ഉള്ളൂ. അവൻ പലപ്പോഴായിട്ട് കേട്ട ഈ വായിച്ചവനെക്കാട്ടിലും ലക്ഷ്മണരേഖ എന്തുവാന്ന് ഇവിടുത്തെ അച്ചായന്മാർ മറന്നത് നിങ്ങൾ രാമായണ പാരായണം നിർത്തിക്കൊണ്ടാണ്. സീതയുടെ പാതിവൃത്യം എന്തുവാണെന്ന് ഇന്ന് ലോകത്തിൽ എത്ര അച്ചായത്തിയൊക്കെ അറിയാം. ഹിന്ദുക്കൾക്ക് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ട്, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടത് കുടുംബജീവിതത്തിൻ്റെ ഭർത്തയും അപ്പൻ്റെ ഇംഗിതമനുസരിച്ച് അപ്പൻ പറയാതെ തന്നെ അപ്പൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച രാമനും ഒക്കെ ഇവിടെ ഉണ്ടായത് പഠിപ്പിൽ നിന്ന്. അവരെ എന്താ പഠിപ്പിച്ചത്? ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് നല്ല മാതൃകയായിരുന്നു. എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞങ്ങൾ കൂടലെന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അന്ന് കല്ല് റോഡല്ല, ആ റോഡേയൂടെ നടന്നു പോകുമ്പോൾ രാമായണ മാസം മൊത്ത രാമായണ പാട്ടാണ്. ആ പാട്ടിനോട് ഇമ്പം ഉണ്ടായതുകൊണ്ട് ഇത് കേട്ട് കേട്ട് നടക്കുമായിരുന്നു ഞാൻ. അതിൻ്റെ ഒരു സുഖം പറ്റിയ ഞാൻ SSLC പഠിച്ചപ്പം ഒരു രാമായണം വാങ്ങിച്ചു. അമ്പലത്തിൽ ഉത്സവത്തിന് വന്നപ്പം അന്ന് കുറച്ച് രൂപ സംഘടിച്ച് വാങ്ങിച്ചു. ആ രാമായണം വായിച്ചത് കൊണ്ടാണ് ഞാൻ അച്ചായന്മാരുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായി പാട്ടെഴുതാൻ പറ്റിച്ചത്. എനിക്ക് പദവിന്യാസമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഗലീലിൽ നിന്ന് ഇൻ്റർനാഷണൽ അവാർഡൊക്കെ അവർ തന്നത്. അതെനിക്ക് കിട്ടിയത് രാമായണം വായിച്ചുകൊണ്ട്. രാമായണം വായിച്ചില്ലയോ നീ ഇത്രയും പദവിന്യാസം നിനക്ക് വരത്തില്ല. രാമായണം വായിച്ചാൽ വേറൊരു ഗുണമെന്താ അറിയാമോ? ഭാഷയും കോഴിക്കോട്ടെ ഭാഷയും കൊച്ചിയിലെ ഭാഷയും കണ്ണൂരെ ഭാഷയും കാസർഗോഡെ ഭാഷയും ഒന്നാവും. കാസർഗോഡുകാരൻ മലയാളി പറയുന്നത് കോട്ടയത്തുകാരനും വല്ല പുട്ടും പിട്ടുവും. മനോരമ പത്രവും ചന്ദ്രിക പത്രവും കൂടെ ഒരു മേശപ്പുറത്ത് വെച്ചാൽ ഏതാ മനുഷ്യന് ദഹിക്കുന്നത്? ഭാഷയെ പോലും നമ്മൾ അന്യരായി. നമുക്ക് കോമൺ ആയിട്ടൊരു സംസാര ഭാഷ പോലും കേരളത്തിലില്ല. ഈ രാമായണം അങ്ങ് പഠിച്ചാൽ മതിയായിരുന്നു. ഈ രാമായണത്തിൻ്റെ പാരായണം നിന്നുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായി. പാതിവൃത്യം എന്തുവാണെന്ന് 60കൾക്ക് മേളിൽ പോലും യൂറോപ്പിലെ ഒരു പെണ്ണിനും അറിയത്തില്ല. അതെന്നാ സമാനമാണെന്ന് ചോദിക്കുവാള് പാതിവൃത്യം. പക്ഷേ ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി എന്താണെന്ന് അറിയാവുന്ന സീതയുടെ രാമായണം വായിച്ചവർക്ക് അത് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ കണ്ടാണ് ഇവിടുത്തെ ക്രിസ്തീയ സമൂഹം അന്തസ്സുള്ള കുടുംബജീവിതം പണ്ട് നയിച്ചത്. ഇന്ന് നിങ്ങൾ അമ്മായിയമ്മയ്ക്ക് പൊട്ടാസൈനയിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, അമ്മായിയപ്പനെ എങ്ങനെ ചായിക്കണമെന്നുള്ളതിൻ്റെ കണ്ടെത്തൽ ഉള്ള സിനിമകളും TV സീരിയലും കണ്ട് രാമായണം നിങ്ങൾ തഴഞ്ഞു. കുഞ്ഞുങ്ങളിത് കേട്ടുപഠിക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് മാതാവെന്തോ പിതാവെന്തോ ആരെ ബഹുമാനിക്കണമെന്നോ ആർക്കും അറിയത്തില്ല. അറിയാവുന്ന ഒരു കൊച്ചുണ്ടെ എന്നെ കാണിച്ചതാ. ഞങ്ങളുടെ പിള്ളേക്കെങ്ങും ആരുമില്ല. എല്ലാം എതിര് പറയുന്ന പിള്ളേരാ. ഇപ്പം വയ്യ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, തള്ളിയോടൊക്കെ പറയുന്നതാ. നിഷേധികളായി കുഞ്ഞുങ്ങൾ. ഇനിയിപ്പോൾ പുറത്തു പോയാൽ അവരെ എൻകറേജ് ചെയ്യുന്ന ഇവിടുത്തെ സർക്കാരും വേണ്ട. ലഹരി മാഫിയ എല്ലാം കൊടുക്കുക, എല്ലാം കൊടുത്ത് തലമുറയെ ഭ്രാന്ത് പിടിപ്പിച്ച് നിങ്ങളുടെ തലതല്ലിക്കീടുന്ന ഒരു സമൂഹത്തെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ജാതി മാറിയില്ലെങ്കിൽ അതിൻ്റെ വിപത്ത് വേറെ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ തന്നെ തല്ല് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പം സർക്കാരോടെ കൂടി ഉണ്ടാക്കുന്നത്. എല്ലാം കൂടെ ബഹുവിശേഷമാണ്. നമ്മൾ എവിടെ എത്തിയെന്ന് ഒരു 10 കൊല്ലത്തിനകം അറിയാനൊക്കും. 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 2047 ഇത് വേറൊരു മതത്തിൻ്റെ സ്വന്തം കസ്റ്റഡി വരുമെന്നും രാക്കിനാവ് പകൽക്കിനാവ് കാണുന്ന ഒരു സമൂഹം ആളുകളെ തോൽപ്പിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. രാമായണം കർക്കിടക മാസത്തിൽ മാത്രമല്ല, ഭഗവത്ഗീത ഏതോ ഒരു മാസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്യണം. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയാതെ അടുത്ത് വന്നിരുന്ന് കേൾക്കും, അല്ലെ അവരെ വിളിച്ചെടുത്ത് കേൾപ്പിക്കണം. ഗീതയുടെ 700 ശ്ലോകം പഠിക്കാത്ത ഒരു കുഞ്ഞു SSLC പാസ്സാകരുത്. മോദിജിയോട് ഒരുപാട് വട്ടം ഞാൻ എൻ്റെ എപ്പിസോഡുകളിൽ പറഞ്ഞതാ, ഗീത ലോകമേ ഗീത പാടൂ. ഗീത പാടിക്കഴിഞ്ഞാൽ, നീ സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേൾഡ് വാർ ഒന്നും ഉണ്ടാവത്തില്ല. വേൾഡ് വാർ 1ഉം 2ഉം ഇപ്പം നടക്കാൻ പോകുന്ന 3ഉം എല്ലാം ഉണ്ടാവുന്നത് ഗീതയുടെ പഠനം നെഹ്റു ഫാമിലി
ഒരു മുസ്ലിം ഫാമിലി ഭാരതത്തിൽ മനഃപൂർവ്വം ഇല്ലാതാക്കിയത് കൊണ്ടാണ്. അവരുടെ തിണ്ണ നിരങ്ങുന്ന ആ രാഷ്ട്രീയ പാർട്ടി ഇനിയും കേരളത്തിൽ വന്നാലും ഇന്ത്യ ഭരിച്ചാലും ഗീതയ്ക്കോ ഇവിടുത്തെ അമ്പലങ്ങൾക്കോ ഇവിടുത്തെ സനാതന ധർമ്മബോധത്തിനോ ആരും ഒരു ക്ലീനിങ്ങപ്പോ വളർച്ചയോ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. എത്ര ആയിരം അമ്പലങ്ങളെ തച്ചുടച്ച് കഴിഞ്ഞു, എത്ര നമ്മൾ പുനരുദ്ധരിക്കാൻ പോകുന്നേ. പുനരുദ്ധരിച്ചാൽ തന്നെ എത്ര നാൾ നിൽക്കും ഈ പടയെല്ലാം കൂടെ വീണ്ടും വന്ന് കൈകാര്യം ചെയ്താൽ? ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല, ഭയപ്പെടാത്താതെ തന്നെ ഭയമില്ലാതെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് തന്നെ സുനാമി വന്നതുപോലെ, ഉരുള് പൊട്ടിയതുപോലെ ചോരപ്പുഴ നിങ്ങളുടെ മുന്നേ കൂടെ ഒഴുകും എന്ന് ഞാൻ പ്രവചിക്കുന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ടറിയട്ടെ. കണ്ടറിഞ്ഞാലും നിങ്ങൾ പഠിക്കത്തില്ല. ഓരോ അനുഭവങ്ങൾ ഓരോരുത്തടത്ത് വരുന്നു. ഇപ്പം ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നേ? അവിടെ നടക്കുന്നവല്ലോ നിങ്ങൾക്കറിയാമോ? കാരണം മീഡിയകളിൽ ഇതാരും പറയത്തില്ല. സോഷ്യൽ മീഡിയയിൽ ചില്ലത ലീക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇതാരാ അവിടെ ഉണ്ടാക്കിയെന്നറിയാമോ? അവിടുത്തെ ഭരണാധികാരി തന്നെ പറഞ്ഞു ഇത് അമേരിക്ക ഉണ്ടാക്കിയെന്ന്. അമേരിക്ക എന്തിനാ ഇത് ഉണ്ടാക്കുന്നേ? അത് ഇന്ത്യയെ പ്ലാൻ ചെയ്ത യുദ്ധമാണ്. മോദിജിയെ രണ്ടാമത് കൊണ്ടുവരാതെ ഇന്ത്യയിലെ ഈ പരാക്രമം കാണിച്ച് ഇന്ത്യയെ നല്ല വെടിപ്പാക്കാൻ പ്ലാൻ ചെയ്തിട്ടിരുന്നതാണ്. അതിനുവേണ്ടിയാ ഈ നെഹ്റു ഫാമിലിയുടെ തിണ്ണ നിരങ്ങുന്നത് ആളുകൾ. ഇവൻ്റെയൊക്കെ ചന്തി തേഞ്ഞാലും മോദിജി ജീവനോടിരിക്കുമ്പോൾ അല്ലെ ഇനിയും മോദിമാരുണ്ടാവും. അതല്ല, നിങ്ങൾ സ്ഥിരം ഉറക്കത്തിൽ നിന്നൊരു ചലനം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ആ കൂർക്കം വലിക്കുന്ന അവസ്ഥ, കിനാവ് കാണുന്ന ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്. അതൊരു കൊല്ലമല്ലേ ആയുള്ളൂ, അത് പോരാ. നേരമില്ലേറെ എന്നാകിലും വേലകൾ ഏറെയൻ പാതയിൽ ഞാൻ അറിഞ്ഞു എന്ന് ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വേലയുണ്ട്. നിങ്ങൾ 4 ദിവസമേ മക്കളുടെ കൂടെ അമ്മയായിട്ടിരിക്കുന്നുള്ളതിലും അവരെ ഭാരതത്തിൻ്റെ സംസ്കൃതി പഠിപ്പിക്കുക, രാമായണം പഠിപ്പിക്കുക, ഉത്തമ പുരുഷനാവട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സൂഹിക്കത്തില്ല. നമ്മളിൽ എത്ര പേരുണ്ട് ഉത്തമ മക്കള്? അപ്പൻ പറയാതെ അമ്മയുടെ ഇഷ്ടം മനസ്സറിഞ്ഞ് ചെയ്യുന്ന എത്ര മക്കളുണ്ട്? രാമന്റെ കൂട്ട് വേണ്ട, അപ്പൻ പറഞ്ഞാൽ അനുസരിക്കുന്ന എത്ര മക്കളുണ്ട്? അവനെ മധ്യവനായിട്ട് കാണാം. മൂന്നാമൻ അധമൻ. അപ്പൻ പറഞ്ഞു, ആദ്യം മനസ്സില്ലാതെ പിന്നെ മനസ്സ് വന്ന് സെക്കൻഡ് തോട്ടി വന്നു, പോയി ചെയ്തു. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവനെ സന്തതിയിൽ നിന്ന് വിളിക്കാനൊക്കാത്തോണ്ട് ഉച്ചരിതം. അപ്പൻ്റെ എച്ചിലാണ്, ശരീരത്തിൻ്റെ എച്ചില്. അവൻ അപ്പനെ അനുസരിക്കത്തേയില്ല. ആ കാറ്റഗറിയിലല്ലേ നമ്മളിൽ നല്ല മാനവും. അതുകൊണ്ട് കലിതകാല ഉച്ചരിതങ്ങളെ എന്ന് ഞാൻ നിങ്ങളെ വിളിച്ച് ആക്ഷേപിക്കുന്നില്ല. പക്ഷേ നമ്മൾ ആ സ്വയം അറിവിലെത്തണം. അപ്പനെ അനുസരിക്കാതെ അമ്മയെ അനുസരിക്കാതെ അവൻ്റെ കൂടെ അവിടെ കൂടെ ഇറങ്ങിപ്പോയി പഠിപ്പും നിർത്തി എല്ലാം നിർത്തി കുടുംബത്തിനും നാടിനും സ്വശരീരത്തിനും ആത്മാവിനും തകർച്ചയുണ്ടാക്കുന്ന ബാല്യക്കാരെ നിങ്ങൾ അറിയണം. നിങ്ങൾ ഉച്ചരിതങ്ങളാണോ ഉത്തമ മക്കളാവണോ എന്ന്? ഉച്ചരിതങ്ങളായാൽ മതി. അപ്പൻ്റെ ശരീരത്തിൽ എച്ചിലായിരുന്നു ഞങ്ങൾ എന്ന് ദുരഭിമാനം കൊള്ളാനാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ജിഹാദിലും പോകാം, ലവ് ഇല്ലേലും പോകാം. നിങ്ങളുടെ മനസ്സിൻ്റെ ആർത്തി എങ്ങനെ പോകുന്നോ അങ്ങനെ നിങ്ങൾ പോയിനെ. കാരണം നന്നാവുകയല്ല ഞാൻ അമ്മാവ തല്ലണ്ട എന്ന് പറയുന്നതാ നിങ്ങളുടെ ശീലമെങ്കിൽ ഏത് ശാമുവൽ കൂടലിന് പറ്റും? ഏത് നാരായണ ഗുരുവിന് പറ്റും? ഏത് കൃഷ്ണന് പറ്റും? ഏത് വിവേകാനന്ദന് പറ്റും? ഏത് കൃഷ്ണന് നാരായണ ഗുരുസ്വാമിക്ക് പറ്റും? ആർക്കും പറ്റത്തില്ല. അനുഭവി രാജ, അനുഭവി. എനിക്കിതൊക്കെ പറയുമ്പോൾ സങ്കടമുണ്ട്. അമേരിക്ക ഇവിടെ 3 ശക്തികളായി ഇപ്പം മേജറായിട്ട് നിൽക്കുന്ന ലോകത്ത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, എന്നാലും നോർപ്പിക്കുക അതിൻ്റെ സങ്കടാവസ്ഥ. ചൈന, അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യ, പിന്നെ അമേരിക്ക എത്ര സമുദ്രം കഴിഞ്ഞ് വേണം അങ്ങ് പോകാനെന്നറിയാമോ? 8 16 മണിക്കൂർ ഇങ്ങനെ ചുറ്റിയാലും നമുക്കവിടെ എത്താൻ വേണം. അത്ര ദൂരെ കിടക്കുക. അന്നേരം അമേരിക്കയുടെ ലോക ഇൻഫ്ലുവൻസ് ഇവിടെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ തകർന്നേലേ ഒക്കത്തുള്ളൂ. ഇന്ത്യയും ചൈനയും കൂടെ ഒന്നിച്ച് നിന്നാൽ പിന്നെ ഇന്ത്യ രണ്ടാമനാവും, ചൈന ഒന്നാമതാവും. അമേരിക്കയുടെ 1-ാം സ്ഥാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്ത്യയെ കലാപം ഉണ്ടാക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്.
അതുകൊണ്ട് കോടാനുകോടി പൈസ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കും, അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഇല്ലേ, സ്വിസ് ബാങ്കിൽ അവരുടെ അക്കൗണ്ടിലോട്ട് റെമിറ്റ് ചെയ്ത് കൊടുത്തോളും. എന്തിനാ? നിങ്ങൾക്ക് കിറ്റ് തരാനും നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളുടെ വോട്ട് ബാങ്ക് അടിച്ചെടുത്ത് ഭരണം കൈയാളാനും. സനാതന മതം ഒരിക്കലും ഇവിടെ വന്നൂടാ എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട്. കാരണം ഇവിടെ ഉണ്ടാവും ഈശാവാസം ഇതം സർവം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരിടത്ത് പിന്നെ ആയുധ കാര്യമില്ല, കലാപത്തിന്റെ കാര്യമില്ല, രക്തച്ചൊരിച്ചിലിന്റെ കാര്യമില്ല. അമേരിക്കയുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ, ക്രിസ്തീയ രാജ്യങ്ങളുടെ പണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ മനുഷ്യനെങ്ങനെ കൊല്ലാം എന്നുള്ളതിൻ്റെ ആയുധ നിർമ്മാണം അവരുടെ മെയിൻ പ്രോഗ്രാം. യുദ്ധം അവരുടെ അത്യാവശ്യം, എന്നാലേ അവരുടെ പ്രോജക്റ്റ് വിൽക്കാൻ അവർ യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ലോകത്തെ പിടിച്ചുപറി എല്ലാം നടത്തിയ ഒരു ഇംഗ്ലണ്ട് ഇന്ത്യയെ ഈ പരുവാക്കി പോയെന്നുള്ളത് നിങ്ങൾക്കറിയാം. 300 കൊല്ലമേ വാണുള്ളേലും ഇവിടുത്തെ കോഹിനൂർ വരെ അടിച്ചുകൊണ്ട് പോയി, സർവ്വതും പോയി. കൃത്രിമമായിട്ടിവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടാണ് അവർ ഈ സമ്പത്തുണ്ടാക്കിയത്. ഇപ്പോൾ അമേരിക്ക പോയി 400 കൊല്ലമായേ ഉള്ളൂ ആ രാജ്യം ഉണ്ടായിട്ട്. അവർ ആ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്, അത് ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡല്ല, അച്ചായ സാഹിത്യത്തിൻ്റെ, ചർച്ചിൻ്റെ ആറ്റിറ്റ്യൂഡ്, യഹൂദൻ്റെ ആറ്റിറ്റ്യൂഡ്, അതാ ഇസ്ലാമും പകർന്നേക്കുന്നത്. ഈ 2 മതങ്ങളുടെ ടീച്ചിങ് ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം സനാതന മതം ഇവിടെ പുഷ്ടിക്കത്തില്ല. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, പുഷ്ടിക്കും, ഇത് വളരും. കാരണം നോട്ടഡാമിസ്റ്റ് പറഞ്ഞുപോയി, അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻ ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ല. 50 കൊല്ലത്തിനകം ഈ പ്ലാനറ്റിൽ ഏക മതമായിരിക്കും, ഏക മതവിശ്വാസമായിരിക്കും, അത് അദ്വൈത മതമായിരിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള പുണ്ണാക്ക് പ്രാർത്ഥന നിർത്തിയിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഓരോ മനുഷ്യഹൃദയങ്ങളും പ്രാർത്ഥിക്കുന്ന കാലം വരുന്നു. അതിന് നിങ്ങൾ ഇനിയും കൂർക്കം വലിച്ചുറങ്ങാതെ ഉണരിന്, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവര, നിബോധത.